ആക്ടറെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ ദിലീപ് പ്രതിയായി, 8ാം പ്രതിയായി ട്രയൽ ഏകദേശം തീരാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസിലെ മെമ്മറി കാർഡ് ആരോ ടാമ്പർ ചെയ്തു എന്ന് ആരോപണം വന്നു. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ചും പ്രിൻസിപ്പൽ ജില്ലാ കോടതി വെച്ചും അഡീഷണൽ ട്രയൽ കോടതിയിൽ വെച്ചും ടാമ്പർ ചെയ്തു എന്ന ആരോപണം വന്നു. ആ ആരോപണത്തെപ്പറ്റി ട്രയൽ കോടതി പരാതിപ്പെട്ടിട്ട് യാതൊരു നടപടിയും എടുത്തില്ല എന്ന് അതിജീവിത. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെത്തിയ കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചിട്ട് ഇതിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് ട്രയൽ കോടതി ഹൈക്കോടതിയിൽ ഹാജരാക്കി. അതിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അന്നത്തെ അങ്കമാലിയിലെ മജിസ്ട്രേറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലുള്ള ഒരു ക്ലാർക്കും, ട്രയൽ കോടതിയിലൊരു ക്ലാർക്കും, 2 എംപ്ലോയീസും ഒരു മജിസ്ട്രേറ്റും ഇതിനകത്ത് കുറ്റക്കാര് എന്ന് ഒരു പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ട്രയൽ കോടതി കൊടുത്തു. ഇപ്പോഴേ അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ചിൽ ഇന്നലെ വാദം നടന്നു. അതിനകത്ത് അതിജീവിതയുടെ വാദം കേട്ടു. ഇതിനെ സംബന്ധിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അത് IGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആർഗ്യുമെന്റ് വന്നു. അതിന് കോടതിയുടെ മേൽനോട്ടവും ഉണ്ടാകണം. ഈ സന്ദർഭത്തിൽ ദിലീപിന്റെ വക്കീല് ഫിലിപ്പ് ടി വർഗീസ് കോടതിയിൽ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ ജസ്റ്റിസ് ഡയസിന്റെ ചോദ്യം, നിങ്ങൾക്കെന്താണ് ഇതിനകത്ത് താല്പര്യം? ഇത് ട്രയൽ കോടതിയിൽ ഇരുന്ന തൊണ്ടിവക ഒരു മെമ്മറി കാർഡാണ്. അത് കോടതിയുടെ കൈവശം ഇരിക്കുമ്പോഴാണ് ടാമ്പർ ചെയ്തത്. അതിന് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് താല്പര്യം? അത് കോടതിയുടെ മാറ്ററല്ലേ? അത് അതിജീവിതയും കോടതിയിലും ഉള്ള പ്രശ്നമല്ലേ? അപ്പം എന്താണ് ഇതിനകത്ത് നിങ്ങൾ എന്തിനാ അനാവശ്യമായി ഇതിനകത്ത് കക്ഷി ചേരുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് കോടതി ഉതിർത്തത്. അപ്പോൾ അതിന് ദിലീപിന്റെ വക്കീല് ഫിലിപ്പ് ടി വർഗീസ് പറഞ്ഞു, 8ാം പ്രതിയായ എൻ്റെ കക്ഷിയുടെ മേൽ ഈ ആരോപണം ചാർത്താൻ ഒരു ശ്രമമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് താല്പര്യം. കോടതിയിൽ തൊണ്ടി മുതല് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കണമെങ്കിൽ FIR ഇടണം. അതിനൊരു IG റാങ്കിലുള്ള ഒരാൾ അന്വേഷിക്കണം. കോടതി അത് മോണിറ്റർ ചെയ്യണം എന്ന് തന്നെയാണ് അതിജീവിതയുടെ വാദഗതി. ഏതായാലും കോടതി കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. കോടതിയിൽ ഇരിക്കുന്ന ഒരു സാധനം ടാമ്പർ ചെയ്തതിൽ അങ്ങനൊരു ആരോപണം വന്നു. അത് പ്രഥമ ദൃഷ്ടിയ ആരോപണം ശരിയാണെന്ന് കണ്ടു. അതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? ഞങ്ങളുടെ പുറത്തേക്ക് ഈ ആരോപണം കൊണ്ടുവരാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് ഞങ്ങളുടെ വാദം കൂടെ കേൾക്കണം എന്ന് പറയുന്നതെന്നാണ് ദിലീപിന്റെ വക്കീലിന്റെ പ്രതികരണം. എന്തായാലും ഇതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു അന്വേഷണം, ഒരു FIR ഉണ്ടാവും. അത് തന്നെയല്ല, പ്രാഥമികമായി ഇതിനകത്ത് ടാമ്പർ ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിന് സയന്റിഫിക്കായ എവിഡൻസ് ഉണ്ട്. ആരാണ് കോടതിയിലെ തൊണ്ടി മുതൽ ഇതുപോലെ ടാമ്പർ ചെയ്യുന്നത്? അതെങ്ങനെ സാധിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിയെ കർശനമായി ശിക്ഷിക്കേണ്ടതാണ്. ആയതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് അതിജീവിതയുടെ വാദം. എല്ലാ അടുത്ത ദിവസം ഇതേപ്പറ്റി തീരുമാനം ഉണ്ടാവും. പക്ഷേ
ഈ ഒരു കേസ് ട്രയല് ഏകദേശം തീരാറായ സന്ദർഭത്തിൽ ഈ മെമ്മറി കാർഡിൻ്റെ ഒരു അന്വേഷണം കൂടെ ഇതിൻ്റെ പരിധിയിൽ വന്നാൽ തീർച്ചയായിട്ടും ട്രയല് അതിൻ്റെ വിധി വരാൻ ഇനിയും കാലതാമസം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.